സൂര്യ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണമാമാങ്കത്തിലേക്ക് സ്വാഗതം. അപ്പൊ അമീൻ, നമ്മള് എല്ലാവർക്കും ഓണമാമാങ്കത്തിലേക്ക് സ്വാഗതമൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും ഡിഫിക്കൽട്ടീസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ആഘോഷമാണ് എന്ന്. പക്ഷേ നമ്മൾ മലയാളികളാ, പിന്നെ മലയാളികൾ ഇതല്ല ഇതിനപ്പുറം അതിജീവിച്ച് ചാടിക്കടഞ്ഞ് നമ്മൾ അതൊക്കെ അതിജീവിച്ച് മുന്നേറി വന്നവരാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മലയാളികൾക്ക് എപ്പോഴും ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ത്രില്ലാണ്, ഒരു വികാരമാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ ഓണം. കാണം വിറ്റും ഓണം മുന്നോട്ടാണെന്നാണല്ലോ നമ്മൾ പറയാറ്. അതെ, ഇതിനപ്പുറവും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് തന്നെ വരും. ചേട്ടനെ കാണുമ്പോഴേ എനിക്കൊന്നും എന്താ അറിയോ, ഇവിടെ ഇങ്ങനെ തരച്ചിട്ടേ ലാലി ലാലി അയോഗ്യനായി കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓങ്കാരമിടുവേ. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എവിടെയും നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട്? ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും രഹസ്യം പറയാൻ ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്തട്ട. സാഹിബ ഇന്നേതു മേഘദൂതു കാത്തു നിൽക്കൂ. ഈ ഓണമാമാങ്കത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തുന്നത് നിങ്ങളുടെ പ്രിയ താരങ്ങളാണ്. അതിൽ ആദ്യം ആരാ വരണേന്ന് നമുക്ക് നോക്കാം. അന്തിക്കത്തും കുഞ്ഞേ പന്തങ്ങത്തും ചന്തം കണ്ടേ ശാന്തി കുടഞ്ഞതോന്ത് കണക്ക് മാഞ്ഞ് തുമക്കിടാ ഭ്രാന്തി തലക്ക് ഭ്രാന്തി പുറകെ പാഞ്ഞ് തുമക്കിടാ. റോഷമോ റോഷമോ റോഷ റോഷ റോഷമോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ സ്വന്തം ഏഞ്ചൽ. ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏഞ്ചൽ മോൾക്കാണ്. സൂര്യ ടിവിയിലെ ഏത് ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എവിടെ നോക്കിയാലും ഏഞ്ചൽ മോൾ. എല്ലായിടത്തും ഒക്കെ പോകുമ്പോ എല്ലാരും വന്ന് പറയൂ, അയ്യോ മോളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ എന്റെ മാതാവ് എന്ന് പറഞ്ഞ സീരിയലിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞ ഏതായിരിക്കും ഡയലോഗ്? എനിക്കൊരു കളർ പെൻസിൽ ഓക്കെ, അപ്പൊ ഇന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരി കുട്ടിയായിട്ട് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്നറിയോ? കൊറേ ഗെയിം കളിക്കാൻ പോവാണ്. ഇഷ്ടമാണോ ഗെയിം കളിക്കാൻ? പക്ഷെ നമ്മളിപ്പോ 3 പേരല്ലേ ഉള്ളൂ. നമ്മൾ 3 പേര് മാത്രം ഗെയിം കളിച്ച കൂടുതലല്ല, നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ വിളിക്കാം. வெடிய ஒண்ணு போடுதில்லால ஸ்லீவ சுருட்டி வரான், காலரத்தான் பெரட்டி வரான், முடிய சில்பி விட்டா ஏறும் உள்ளார. மரணம் மாசு மரணம் டப்பு தரணும், அதுக்கு அவன் தான் பிறந்து ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ജയകൃഷ്ണൻ, രക്ഷ, സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കും. അപ്പോ സീരിയൽ വിശേഷങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ. മുന്തിരിവള്ളി തളുത്തോ? അതെ, ഇത്രയും ഒരു ഗ്രാൻഡ് ഹിറ്റായ മൂവി ഇപ്പോഴും നമ്മളെല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലിരിക്കുന്ന ഒരു മൂവിയാണ്. അതിനകത്ത് ഏറ്റവും പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത്രയും ചെയ്തു വെച്ചിട്ടുള്ള ഭയങ്കര കയ്യൊപ്പ് ചേർന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ ഒരു പേടി ഭീകരമായിട്ടുണ്ട്. പക്ഷെ വളരെ സന്തോഷമായിരുന്നു. അപ്പോ നമ്മളിവിടെ കുറച്ച് കളികളായിട്ട് നമ്മളെല്ലാം വളരെ കോമ്പറ്റീഷനോട് കൂടി. ഓണക്കളികളോ? അതെ. ഈ ചെറുതിന്റെ കൂടെ എന്റെ കൂടെ മത്സരിക്കാനായിട്ട് വേറെ സപ്പോർട്ട് ആരൊക്കെയാണ് ഇപ്പൊ കാണാം. ഡ്രസ്സിന്റെ കളർ
കണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ അപ്പുറത്ത് പോയി കൽപ്പിച്ചാണല്ലേ. എന്നാ പിന്നെ ഞങ്ങൾ മരണമാസമായിട്ട് വേറെ സെറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രൂപം കാണാൻ നിങ്ങൾക്ക് വിളിക്കട്ടെ. അപ്പൊ ഓൾ സെറ്റ് എല്ലാവരും നമ്മുടെ മലയാളത്തിലെ പ്രിയ താരങ്ങളെല്ലാം സെലിബ്രിറ്റീസ് എല്ലാം തന്നെ നമ്മുടെ ഓണമാമാങ്കം കുഴിപ്പിക്കാൻ വേണ്ടി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ എല്ലാവരും വളരെ ബിസി ആയിട്ട് സീരിയൽ ഷൂട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നവരാണ്. പക്ഷെ ഈ ലോക്ക്ഡൌൺ വന്നപ്പോൾ കംപ്ലീറ്റ്ലി കുറെ നാൾ വീട്ടിലിരിക്കേണ്ടി വന്നു. എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? നമ്മൾ ഓൾമോസ്റ്റ് ലോക്ക്ഡൌണിന്റെ സമയത്ത് തോക്കുകളിൽ പ്രണയിച്ചു. അപ്പൊ നമുക്കിനി ആഘോഷങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ കൊഴിപ്പിക്കാൻ വേണ്ടി ഞാൻ രണ്ടുപേരും വിളിക്കാം. ഇനിയുണ്ടോ? അല്ല, യെസ് ചേട്ടാ. അല്ല, രണ്ടുപേരും കൊണ്ട് ഒരാളെ ഒന്നുള്ളൂ, ഒരാളെ രണ്ടുപേരെ കൂടെ ചെയ്യും. അതുകൊണ്ടാ പണ്ട് ഈ ഓണക്കളിക്ക് പോകുന്ന സംഘങ്ങളുണ്ടല്ലോ, അപ്പൊ ഈ ഓണക്കളി സംഘങ്ങള് പല സ്ഥലത്തും പരിപാടികളുണ്ടാവും. അപ്പൊ വരാൻ വൈകും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ വൈകി, ഒരുപാട് വൈകി. അപ്പൊ ഈ സംഘാടകരൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ആശാൻ ശിഷ്യന്റെ അടുത്ത് പറഞ്ഞ് പണി കിട്ടുന്ന തോന്നണേ. അപ്പൊ ശിഷ്യൻ പറഞ്ഞു എന്ത് ചെയ്യും, നമുക്ക് മുങ്ങിയാലോ? ആശാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പാട്ടി കൂടെ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ അവതരിപ്പിക്കും. അപ്പൊ ഞാൻ പാട്ട് പാടാനായിട്ട് എന്റെ കൂട്ടുകാരോട് വിളിക്കട്ടെ. വാ മോനെ ദിനേശ. എന്നെ ഇത് ഏതിന്റെയും രണ്ടിന്റെ ഇടയ്ക്ക് നിർത്താൻ എനിക്കൊരു ഇംപ്രഷൻ ഉണ്ടാകും. പാട്ട് പുള്ളിയാ പാടിയത്, ഞാൻ സപ്പോർട്ട് ചെയ്യായിരുന്നു. അപ്പൊ പാട്ട് ഓണക്കളിയാണല്ലോ, അപ്പൊ ഓണക്കളിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാടുകയാണ്. വരുന്ന വഴിക്ക് വണ്ടി കേടായേ, നാള് വരാനും വൈകി, ഇത്രേ പാടി കഴിഞ്ഞപ്പോ തൊട്ട് മുമ്പിൽ അടിച്ചു പൂക്കുറ്റിയായിട്ടിരുന്ന വേണുചേട്ടൻ ഇങ്ങനെ പാടി, മാപ്പ് തരാം പക്ഷെ കാശി തരില്ല. ഇതാണ് അന്നത്തെ അവസ്ഥ. സത്യാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് ടീമായിട്ട് അങ്ങനെ തുടങ്ങാം. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ടീം കൂടുമ്പോ ആ കുഞ്ഞിനെ മിസ്സാക്കരുത്. ഇല്ല. നാം എന്തായി കാണണേ? നമ്മുടെ പ്രജകളൊക്കെ ആകെ മാറിയിരിക്കണു. കേരളത്തിൽ ആകെ മൊത്തം ഒരു മാറ്റം വന്നിരിക്കണു. എന്താ ഇവിടെ സംഭവിച്ചേ? എന്റെ പൊന്നു മാവേലി, നിങ്ങൾ പാതാളത്തിലായതുകൊണ്ട് ഇതൊന്നും അറിയാത്തത്. ലോകം മൊത്തം ഇപ്പൊ കൊറോണ വന്ന് ബാധിച്ചിരിക്കുകയാണ്. മാവേലി ക്വാറന്റൈനിൽ പോണ്ടേ? ഒരു കൊല്ലം പാതാളത്തിൽ ക്വാറന്റൈനിൽ പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ഇന്ന് ഓണമായിട്ട് ബന്ധപ്പെട്ട് കുറെ പരിപാടികൾ ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് കളികളിലേക്ക്, ഓണക്കളികളിലേക്ക് എല്ലാവരും കൂടെ കൈ കൊടുത്ത് നമുക്ക് ആരംഭിക്കാം. Okay, friends, romance and countrymen. നമ്മുടെ ഓണത്തിന് നല്ല പച്ച മലയാളം മാത്രം പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് ഇതിനകത്ത് വേണ്ട. അല്ല, ഒരു ടൺ കണക്കിന് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഓണവില്ല് എന്നാണ് ഈ ഗെയിമിന്റെ പേര്. എല്ലാവർക്കും നല്ലോണം കിട്ടുന്ന ഒരു വില്ല് അതാണ് ഓണവില്ല്. വില്ല് ഈ സ്റ്റിക്കി നോട്ട്സ് കാണാലോ, സ്റ്റിക്കി നോട്ട്സ് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് എന്തെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മാതാവിൽ വിളിക്കാം. മാതാവിൽ നിന്ന് സ്വാസുവിന്റെ ആദ്യത്തെ ഓണവില്ല് വരട്ടെ. നിങ്ങൾ അദൃശ്യനായാൽ ആരുടെ പിന്നാലെ കൂടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറിയും. ഇപ്പോ എനിക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളത് ഇവിടെ എങ്ങുമല്ല, ഷാറുഖ് ഖാൻ.
ഷാറുഖ് ഖാന്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് എന്താണ് പെർഫ്യൂം യൂസ് ചെയ്യണമെന്ന് ഞാൻ നോക്കും. ഷാറുഖ് ഖാൻ ഭയങ്കര അടുത്ത് വരുമ്പോ ഭയങ്കര ഒരു മണമാണ്. പിന്നെ എങ്ങനെയാണ് ഷാറുഖ് ഖാൻ എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, എന്താണ് അങ്ങനെ എന്താ ആ വീട്, എനിക്ക് മന്നത്തിന്റെ ഉള്ളിൽ കയറുന്നു. ഇത് അദൃശ്യനാവുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോ ഇന്റർവ്യൂ ചെയ്യാം, നമുക്ക് വീട്ടിൽ പോവാം, ഷാറുഖ് ഖാനെ കൈയും കാലും പിടിച്ച് അങ്ങനെയാണെങ്കിൽ ഷാറുഖ് ഖാന്റെ ബെഡ്റൂമിലൊന്നും കയറാൻ സമ്മതിക്കില്ല. ഇവിടത്തെ ആണെങ്കിൽ ഞാൻ ആരുടെ പോകും? കൺഫ്യൂഷൻ. ആണുങ്ങൾ പറയാല്ലേ? ആണുങ്ങൾ പറഞ്ഞാൽ മതി, അതാ നിനക്ക് ഗുണമുള്ളൂ. ഞാൻ എന്നാ റീജൻ. ഷാറുഖ് ഖാന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എന്താ റീസൺ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണ് പുറകെ പോകുന്നത്. എന്ത് കണ്ടിട്ടാണ് അദൃശ്യനായിട്ട് പിന്നെ എന്തായാലും എനിക്ക് ബെഡ്റൂമിൽ കയറാൻ താല്പര്യമില്ല. ഇത്രയും കുലീനത്തുള്ള ഒരു പെൺകുട്ടിയെ കാണാൻ പറ്റില്ല, അദൃശ്യാവും. പക്ഷെ ബെഡ്റൂമിൽ കയറും. ഞാൻ ബെഡ്റൂമിൽ കയറുന്ന പരിപാടിയില്ല. അപ്പൊ ഫസ്റ്റ് ഓണമെങ്കിൽ കഴിഞ്ഞു. താങ്ക് യു. നമുക്ക് പറക്കാൻ മുന്തിരിപ്പൂക്കളിൽ നിന്നും നൃത്തം പഠിപ്പിക്കുക. ചുമ്മാ നിൽക്കരുത്, രാവിലെ ഒന്ന് ഫുഡ് പഠിക്കണം പോയി. ചേട്ടാ ഡാൻസ് കളിക്കണം. ചേട്ടൻ ഏത് ഡാൻസ് പഠിക്കണം? വെസ്റ്റേൺ വേണോ, ക്ലാസിക്കലി വേണോ, കഥക്ക് വേണോ, കണ്ടംപററി വേണോ? പിന്നെ എനിക്ക് ബെല്ലി ഡാൻസ് ആണ് പഠിക്കുന്നത്. ബെല്ലി ഡാൻസ് നിൽക്കൂ, ഇവിടെ നിൽക്കൂ. നിൽക്കുമല്ലോ, കളിക്കണം കേട്ടോ. ബെല്ലി ഡാൻസിനാണെങ്കിൽ നമ്മൾ ആദ്യം തൊഴാൻ പഠിക്കണം. വെച്ചോളൂ. തട്ടി കുമ്പിട്ടോ. അല്ല എന്നാലും അവിടെ നിന്നല്ലേ. ഇനി ഇവിടെ കൈ വെക്കുക. 1 2 3 1 2. വെരി ഗുഡ് വെരി ഗുഡ്. ഒന്നുകൂടെ 2 3 1 2 3. ഇതിലോട്ട് ചെരിഞ്ഞ് നിൽക്കുക. എന്നിട്ട് ഇനി അഗൈൻ 1 2 3 4 കഴിഞ്ഞിട്ട് 1 2 3. ഇനി ഞാനൊന്ന് കാണട്ടെ. ഇതാണ് ബെല്ലി ഡാൻസ്. പഠിച്ചോ? ചേട്ടനെ കാണുമ്പോഴേ എനിക്കൊന്നും അറിയോ, ഇവിടെ ഇങ്ങനെ തല വെച്ചിട്ടേ ലാലി ലാലി ഇതാണ് തോന്നുന്നത്. ബെല്ലി ഡാൻസ് അല്ല. നീ അത്രയ്ക്ക് കുഞ്ഞാണെന്നാണ്. നമുക്ക് പറക്കാൻ മുന്തിരിത്തുപ്പുകളിൽ നിന്ന് ആരാണ് വരുന്നത്? ഷാപ്പിലായിരുന്നു നേരത്തെ. പാതാളത്തില്. അവിടെ ഷാപ്പുണ്ടോ? അല്ല, ഇത്രയും വയറുണ്ടോ ചോദിച്ചാണ്. എടുത്തോ. ഏത് കഥാപാത്രത്തെ എനിക്ക് ഞാൻ പഠിച്ച ഇവിടമില്ല. വായിച്ചു ഏത് കഥാപാത്രത്തെ ആണിതിൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യാൻ ഇഷ്ടം? സിനിമയിലെ കഥാപാത്രങ്ങളെ പറയുവേ, അതില് ആരെയാണ് ഡേറ്റ് ചെയ്യാൻ ഇഷ്ടം എന്ന് ചോദിക്കാം. ഡേറ്റ് എന്ന് ഉദ്ദേശിച്ച മലയാളം ഞാൻ നേരത്തെ ബെഡ്റൂമില് അത് പറഞ്ഞില്ല. അതേപോലെ അത് അദൃശ്യ, ഇത് ഓപ്പൺ. ഇത് ഓപ്പൺ ആണ്. ഗംഗെ. ഏത് ഗംഗ? രണ്ടാമത്തത് Summer in Bethlehem ലെ ആമി. അടുത്തത് കാറ്റാടി തണലും ക്ലാസ്മേറ്റ്സിലെ താര. അടുത്തത് അപർണ. അതിനടുത്തത് ടെസ്സ. 22FK. നമ്മുടെ മായാനദിയിലെ അപ്പു. ഓക്കെ, ഇനി അടുത്ത ടെസ്സ. കിട്ടിയതെല്ലാം നല്ലതല്ലേ. ലാസ്റ്റ് നാദിറ. അറിയോ നാദിറ? ശാന്തനുവിന്റെ നാദിറ. ശാന്തനുവിന്റെ എല്ലാത്തിലുണ്ടോ? പക്ഷെ ഇത്ര ലിസ്റ്റ് പറഞ്ഞതില് എനിക്കിഷ്ടം എന്താണെന്നറിയോ? നമ്മുടെ സ്വപ്ന ഇല്ലേ, ഇപ്പൊ ബിസ്ക്കറ്റ് കടത്തിക്കൊണ്ട് വന്നു, അതിന്റെ കൂടെ നിന്ന് അതാണ് എന്റെ ഇഷ്ടം. അതാവുമ്പോ എനിക്ക് ബിസ്ക്കറ്റും കിട്ടും. അത് പറ്റില്ല. പക്ഷെ നമ്മള് പറഞ്ഞ ഈ ലിസ്റ്റ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ
ഗംഗയാകാം. ഗംഗേ ആ അയ്യോ, ഗംഗയ്ക്ക് അതിനാന്ന് പറഞ്ഞാൽ ഗംഗ എന്തായാലും അല്ലിക്ക് ആഭരണം എടുക്കാൻ പോവുമല്ലോ. അങ്ങനെയെങ്കിലും പോകാമല്ലോ. അവിടുന്ന് സ്വർണം കിട്ടുമല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ആൾ. വരട്ടെ അങ്ങോട്ട്. ചിലങ്കേ, ചിലങ്കേ, ചിലങ്കേ. ചിലങ്കേ വരൂ. ഈ അവസരങ്ങളിൽ എന്ത് ചെയ്യും? ഈ അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും? പേഴ്സ് ആൻഡ് ഫോൺ, ഇതാണ് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം, എപ്പോഴും കയ്യിലുള്ളത്. ഓക്കെ. ഇല്ലാതെ ആന്ധ്രാപ്രദേശ് ഹോട്ടലിൽ ആഹാരം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ നിൽക്കുകയാണ്. എവിടെ ഇനി എന്നാ നീ കൊടുത്തോ, ഇല്ല എന്നാ പിന്നെ നീ കൊടുത്തോ, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് ചിലങ്കക്കുട്ടി. എന്ത് ചെയ്യും? അതും ആന്ധ്രാപ്രദേശ്. എന്നാ വെട്ടി വിഴുങ്ങുകയും ചെയ്തു. പാത്രം കഴിക്കും. പൈസ ഇല്ലല്ലോ. ഓക്കെ, അടുത്തത്. എന്ത് ചെയ്താലും ചിരിക്കാത്ത ഒരാളെ ഇംപ്രസ് ചെയ്യാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും ചിരിക്കാത്ത ഒരാളോട്? ഒരു സജഷൻ കൂടെ ഉണ്ട്. ചെല്ലേ, എന്നെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ചിരിപ്പിച്ചാ പോരെ? ചിരിപ്പിക്കണം. ഓ ചേട്ടനോ പുച്ഛ. കാശ് തരാനുള്ള പൈസ സ്വർണ്ണം 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 നേരെ പോകാം. ഇനിയാണ് അടുത്തത്. ഈ അവസരങ്ങളിൽ ഏത് പാട്ടാണ് നിങ്ങൾ പാടുന്നത്? അവസരം എന്താണെന്ന് ഞാൻ പറയാം. അതായത് ചേട്ടൻ ഒരു 10 നില കെട്ടിടത്ത് ഒരു പോട്ടെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കയറാൻ പോവാ. കുറച്ച് കഴിയുമ്പോൾ കയറിയപ്പോ അതിനെ താഴത്തുനിന്ന് ഗ്രൗണ്ട് ഫ്ലോറിന്ന് പ്രസ് ചെയ്തപ്പോ ലിഫ്റ്റ് അങ്ങ് തുറന്നു, മുകളിലേക്ക് പോകണം. ലിഫ്റ്റ് തുറന്നപ്പോ ഹണി റോസ് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ചേട്ടനൊരു സന്തോഷം, രണ്ടൊരു കുളിരൊക്കെ കൊണ്ട് അങ്ങ് കയറി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ലിഫ്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഒരു ശബ്ദം. അപ്പൊ ഈ അവസരത്തിൽ ഒരു വള്ളത്തില് ഇതിലൂടെ നിങ്ങൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈജൻ ചേട്ടനും സ്റ്റെഫിയും കൂടെ ഒരു വള്ളത്തിൽ ഇങ്ങനെ പോവാണ്. ഇതിലൂടെ തുഴഞ്ഞ് പോവുക. നടുവിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ റൈജൻ ചേട്ടൻ സ്റ്റെഫിയെ എത്തി. അതാണ് പാട്ടിലൂടെ എന്ത് ചെയ്യും? ആ പാട്ട് തെറ്റാ. പറഞ്ഞോ, എനിക്കറിയില്ല. പാട്ടെടുത്ത് പറക്കാൻ മുല്ലമുടി ചുരുളിൽ മുകിലായി നീ ഇവിടെയൊക്കെ നിൽക്കേണ്ട പെണ്ണല്ലേ കേട്ടോ. സുഭാഷ് രക്ഷയാണ്. രക്ഷ മുന്തിരി കൂട്ടി 5 വാക്കുകൾ പറയുക. മുന്തിരി ചാറ്, മുന്തിരി പായസം. ഞങ്ങൾ മുന്തിരിയിട്ട് പായസം വെക്കാറുണ്ട്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. മുന്തിരിക്കൾ, മുന്തിരിവള്ളികൾ, മുന്തിരിത്തോട്ടം. അധികാരത്തെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് കൂടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. ഞങ്ങൾ എല്ലാരും കൂടെ നിനക്ക് പ്രേമം അവസാനത്തെ ഒരാൾ മാത്രം ബാക്കിയുള്ളൂ. ഓക്കെ, പോയിട്ട് വരട്ടെ ഞാൻ. ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുത്തു.
ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും രഹസ്യം പറയാൻ നീ എന്നോടൊരു മാപ്പാതി പറഞ്ഞേ. ഞാൻ ആ രഹസ്യം വെളിപ്പെടുത്തണ്ട. രഹസ്യം കൊടുത്തു പറഞ്ഞുതരാം. പ്രണയ വിവാഹം അതും ഇത്രയുള്ളപ്പം പക്ഷെ കല്യാണം കഴിച്ചോ അതാർക്കും അറിയില്ലായിരുന്നല്ലോ. രണ്ടാമത്തെ രഹസ്യം സൗത്ത് ഇന്ത്യ മുഴുവൻ നോർത്ത് ഇന്ത്യ മുഴുവൻ ഒരു പൈസയും ഇല്ലാതെ അവൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ഒരു പണിയില്ലാതെ കുത്തിരിക്കുമ്പോ ഭാര്യ വിളിക്കുമ്പോ ഞാൻ കുറച്ചേരക്കില്ല പിന്നീട് വിളിക്കാം. ഒരു ജീവിതം കൊളാക്കിയ ഓണമില്ല ഇവിടെ ഓരോ ടീമിൽ നിന്നും ഒരാളെ നമ്മൾ കൂട്ടിയിടുന്നതായിരിക്കും. അത് ആരെ വേണം നിങ്ങൾക്ക് ടീമാർക്ക് തീരുമാനിക്കാം. സ്റ്റെഫിയെ കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിട്ടു. ഇതിന്റെ ഒറിജിനൽ പ്ലസ് ഡ്യൂപ്ലിക്കേറ്റ് കീ ഇതിനകത്തുണ്ട്. ഉണ്ട്, ഒരു ഒറിജിനൽ കീ ഉണ്ട്. പിന്നെ എങ്ങനെ എടുക്കും? ഊതി 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 വേണം ആ കീ കണ്ടുപിടിക്കാൻ. കീ കണ്ടുപിടിച്ച് തുറന്നു നോക്കുമ്പോ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പിന്നെയും വരും. അപ്പം ഒരാൾക്ക് അറ്റ് എ ടൈം വൺ ടൈമേ ഊതാൻ പറ്റുള്ളൂ. ഊതുക, പോവുക, അടുത്താണ് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള. അത്രയും കാറ്റേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് കീ എഴുതി ഒറ്റ തിരിഞ്ഞു നോക്ക്. അവിടെ തിരിഞ്ഞു നോക്ക്. എന്താ ഞങ്ങൾ കിട്ടി.
നാക്കോ എങ്ങനെ കാണിക്കണം അല്ല അങ്ങനെ മാറി ഊതാൻ ഞാൻ ഊതാണ്ട് ഈ ഗെയിമിന്റെ പേരാണ് ഓണ പഞ്ചാര. ഏറ്റവും മികച്ച പഞ്ചാര ആരാന്ന് തീരുമാനിക്കുന്ന തരാം. ഈ ടീമില് അയ്യോ അമ്മേ. ഇനി ഇവർക്ക് ഓരോ പേരും കൂടിയാവാം. സ്റ്റെഫി വരൂ. അവിടെ ആരായിരിക്കും പേരായിട്ട് വരിക? സ്വാസു, അപ്പം ഇനി നമുക്ക് ഇവരിൽ തുടങ്ങാം. ഓക്കെ, ഞങ്ങള് ഒരു ഡയലോഗ് തുടങ്ങിയോ? ഈ ഹൈറ്റിന്റെ സാധനത്തിന് അതാ കൂടെ നിന്ന് അഭിനയിക്കുന്ന അമിതാഭച്ചനല്ല. അടുത്ത് വന്നപ്പോ കുട്ടി നോക്കുക. ഇല്ല ഒരു 5 മിനിറ്റ്. അയ്യോ എത്ര മിനിറ്റ് വേണം എടുത്തോളൂ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഇവർക്കായിരിക്കും കൊടുക്കുക ഒരു മാസ് ഡയലോഗ് ഞാനങ്ങ് തരും. പക്ഷെ ആ ഡയലോഗ് വളരെ റൊമാൻറ്റിക് ആയിട്ട് അപ്പൊ അവര് തുടങ്ങട്ടല്ലേ? ഡയലോഗ് എന്താണ്? ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് കളിക്കല്ലേ ചവിട്ടി താഴ്ത്തും നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. റൊമാൻറ്റിക് ആയിട്ട് ഹിയർ ഗോസ്. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി തോട്ട് കയറ്റി കളിക്കല്ലേ മോളെ ദിനേശി ചവിട്ടി താഴ്ന്നു പാതാളത്തിലേക്ക്. അപ്പൊ ഇതുപോലെ തന്നെ ഡയലോഗ് ഞാനങ്ങ് തരും. ഇതിലും മനോഹരമായിട്ട് ഡയലോഗ് ഇതാണ്. നേരാ തിരുമേനി ഈ പച്ചം പള്ളിക്കൂടത്തിൽ ಇನ್ನೇದು ಮೇಘದೂದು ಕಾತು ನಿಲ್ಪು നേരാ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ലോലഗാനം പാടി നിൽപ്പു മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പം. എന്നിലെ സാഗരം മൂകമാ കൺമുമ്പിൽ വെച്ചേ എന്റെ അമ്മച്ചയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വീട്ടിൽ 2-3 വിക്കറ്റ് ജയിലിൽ പോകും. എനിക്ക് 9 വയസ്സ്. സാഹിബാ ಇನ್ನೇದು ಮೇಘದೂದು ಕಾತು എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്തറിയോ? ഒറ്റ വീട്ടിന് തൊണ്ടാക്കി പറയുമ്പോ റിയാക്ഷൻ ഒക്കെ അല്ലേ? എല്ലാവർക്കും പണി കൊടുത്താലോ? നിങ്ങൾ അങ്ങനെ വെറുതെ നിൽക്കണ്ട. അല്ലിക്ക് ആവരണം എടുക്കാൻ പോകുന്ന ആ ഡയലോഗ്. ഞാൻ അല്ലിക്ക് ആഭരണം മേടിക്കാൻ ജീവാംശമായി നകുലേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ പോണ്ടെന്ന്. പോണം നകുലേട്ടാ. ഗംഗ വേണ്ട. പോണം ഗംഗ വേണ്ടെന്ന്. അയോഗ്യനായി എന്നെ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓങ്കാരമിടുവേ. അപ്പൊ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇത് മറ്റേ ഇത് മതി. മോഹൻ തോമസിന്റെ
മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമേരിയും കുട്ടിക്കുറിച്ച് 4 നേരം വിട്ടി കഴിഞ്ഞ് ആസനത്തിൽ വാങ്ങിച്ചിട്ടിരിക്കുന്നു. നിന്നെ പോലെയുള്ള ചെറ്റയ്ക്ക് മാത്രമേ ആ പേര് ചെയ്തില്ല. എനിക്ക് ചേരില്ലേ. ഓണത്തിനുള്ള ഒരു വെറൈറ്റി എല്ലാവരും ഒറ്റക്കോടം നമ്മൾ പക്ഷെ ഇതല്ല. ഈ ടീമിന് ബ്ലൂ കുടങ്ങൾ, നിങ്ങൾക്ക് പിങ്ക് കുടങ്ങൾ. ആ ഓരോ ടീമിൽ നിന്നും ഒരാൾക്ക് വരാം 5 അടി 5 times. ഓക്കെ, നിങ്ങൾ പിങ്ക് കുടങ്ങൾ അടിച്ചു പൊട്ടിക്കുക. അതെ, നിങ്ങൾ ബ്ലൂ കുടങ്ങൾ കണ്ടിട്ട് ചിലപ്പോ സ്വന്തം ബ്ലൂ തന്നെ ആയിരിക്കും പൊട്ടിച്ചിരിക്കുക. അപ്പൊ അവർക്ക് പോയിന്റ് കിട്ടും. ആദ്യം നസീർക്കാണോ വരുന്നത്? മൂന്ന് പിങ്കും ഒരു ബ്ലൂ. ഒരെണ്ണം പോയി പോയി. പിങ്കടിച്ചു പിടിച്ചോളാം. ഒരു പിങ്കും ഒരു ബ്ലൂ. അടുത്തത് നമ്മൾ ഏഞ്ചൽ ബേബിനെ കൊണ്ടാണ്. അതെ, ഏത് കളർ പൊട്ടിക്കും? ബ്ലൂ. അതെ, കപ്പിയിലാണ് ഞാൻ വേറെ പ്രശ്നമുണ്ട്. എങ്ങനെ അതിനല്ലേ നമുക്ക് ഇവിടെ ഒരാളുള്ളത്. ബ്ലൂ അല്ലേ കേട്ടോ. വേറെ പ്രശ്നമുണ്ട്. എനിക്ക് റിച്ചാർഡിന് വലിയ വിശ്വാസമല്ല. പുള്ളിക്കാരൻ ഇങ്ങനെ തിരിച്ച് കണക്ട് ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ റിച്ചാർഡിന്റെ കണ്ണാനോടെ കേട്ടോ. തെറ്റിച്ച് പറയും. എവിടെ കാണിക്കുന്നത്? അതെ,
നന്നായി ചെയ്തു. വിന്നർ ഏഞ്ചൽ ആണ്. ഒരു പാവം കൊച്ചിന് വേണ്ടി ഇങ്ങനെ വാദിക്കുന്നതാണ്. എന്റെ മാലാകുട്ടിക്ക് വേണ്ടി ഞാൻ വിട്ടു. നമ്മുടെ മഹാമനസ്കതയിൽ നമ്മൾ വിട്ടുതരും. ഗെയിമൊക്കെ തകർത്തില്ലേ? അടിപൊളി. ഇതിനിടയിൽ ചെറിയ സീക്രട്ട് നടന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ നിങ്ങൾ എല്ലാരെയും കൂടെ കാണിക്കാം. റെഡിയല്ലേ? കാണാൻ റെഡിയല്ലേ? അപ്പൊ ആദ്യത്തെ റൗണ്ടിന്റെ പേരാണ് മനപ്പൊരുത്തം. ഈശ്വരാ, കഴിഞ്ഞ തവണത്തെ മാമാങ്കം ഗംഭീരമായിരുന്നു, സംഗതിയൊക്കെ സൂപ്പറാണ്. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള കുഴപ്പം ഞാൻ പറയട്ടെ, ഇത് ഈ മനപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താ? എന്റെ ഫേവറേറ്റ് ആക്ടർ ആരാണ്? ഞാൻ പറയാം, ഫേവറേറ്റ് ആക്ടർ വിജയ് അല്ലേ? എന്തായാലും ഇത്രയായില്ലേ, നമ്മൾ എന്തായാലും മത്സരത്തിൽ പങ്കെടുക്കാനല്ലേ വന്നത്. അപ്പോൾ നമുക്ക് പ്ലാൻഡ് ആയിട്ട് നമുക്ക് മുന്നേറാം. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, ഈ സാധനത്തിനെ കുറിച്ചൊരു ധാരണ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതി എനിക്ക് തരും. ഞാൻ രാത്രി ഇരുന്ന് ഫുൾ പഠിച്ചതിന് ശേഷം. പഠിക്കാൻ പാടില്ലേ? നമ്മൾ രണ്ടുപേരുടെ കാര്യം ഏകദേശം അറിയാലോ. എന്തെങ്കിലും തെറ്റുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ അപ്പൊ ഞാൻ അത് കയറി പിടിക്കണം. അതെ, അപ്പൊ മനസ്സിലായി. എനിക്കത് പിടികിട്ടി. കണ്ടില്ലേ? ചെയ്തിട്ട് പോലും ജയിച്ചില്ല. ഇത് വെച്ചിട്ട് നോക്കിയിരിക്കുന്ന കണ്ടില്ലേ? നമുക്കിനി ഈ ചമ്മലൊക്കെ മാറ്റാം. ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഓണനാണം. അപ്പൊ ഒരു ന്യൂ ഗെയിം. റെഡി ഫോർ എ ന്യൂ ഗെയിം? ഈ ഗെയിമിന്റെ പേരാണ് എല്ലാരും ഓരോ കാർഡ് എടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയാം. നിങ്ങളുടെ കയ്യില് ഓരോ ഉത്തരങ്ങളുണ്ട്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങളുടെ കാർഡിലുള്ള ഉത്തരമാണ് പറയേണ്ടത്. ചോദിക്കുമ്പോ മാത്രമേ ഇത് തുറക്കാവുള്ളൂ. അതുവരെ നിങ്ങൾ അത് ക്ലോസ് ചെയ്ത്. ഓക്കെ, റെഡി അല്ലേ? സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്താണ്? കിട്ടിയ എല്ലാം പറയണോ? അല്ല, ഇത് മാത്രം പറഞ്ഞാൽ മതി. ചെറുപ്പ്, മുട്ട, ചോദ്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം. എങ്ങനെ ആൾക്കാരെ പറ്റിച്ച് എങ്ങനെ കറക്റ്റ് ചോദിക്കാം. നിങ്ങൾ എന്നും രാവിലെ ഉണർന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് എന്ത്? എപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ പറയുന്ന വാചകം പറയാൻ പറ്റുമോ? വാഴ വെച്ചാ മതിയായിരുന്നു. ജീവിതത്തിൽ ആത്മാർത്ഥമായി സമയം ചിലവഴിച്ചത് എന്തിനു വേണ്ടിയാണ് സ്റ്റെഫി? ഞാൻ മനസ്സിൽ വായ്നോട്ടം. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് എവിടെയും നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ്
നിങ്ങൾ പതിവായി പറയുന്ന ഒരു കാര്യം എന്താണ് സഹിച്ചേട്ടാ? പറയൂന്നേ. ഒളിപ്പിച്ചു വെച്ചേക്കാ. കളറ് കാണരുതെന്നൊക്കെ. അതെ, എന്നിട്ട് എന്തായി? അയ്യോ, ഞാനൊരു സംഭവം സ്വന്തമായിട്ടെന്ന് മറ്റാരും പറഞ്ഞെങ്കിൽ ഞാനെങ്കിലും പറയട്ടെ. ഓക്കെ, ഇനി അടുത്തത് സ്വാസികയുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം. തിന്നുക, ഉറങ്ങുക, റിപ്പീറ്റ്. നിങ്ങൾ ആരാണെന്നാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത്? മന്ദബുദ്ധി. സത്യത്തിൽ എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ച എന്റെ തോൽവിയാണ്. അതിന് നല്ല മന്ദബുദ്ധി. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ മലയാളികളാണ്. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ആഘോഷമാണ്. അപ്പൊ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിവിടെ അടിച്ചു പൊളിച്ചു അല്ലേ? നിങ്ങളൊക്കെ എൻജോയ് ചെയ്തില്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് മത്സരമല്ല, ഇതൊരു എന്റർടൈൻമെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിന്നേഴ്സ് ഇല്ല. രണ്ട് ടീമും ഒരുപോലെ. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഒക്കെ പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സൂര്യ ടി വി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.